പ്രധാനമായിട്ടും ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വെക്കുന്നത്. അത് വനഭൂമി പട്ടയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദാംശമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ഈ ഗവൺമെന്റ് പട്ടയ വിതരണത്തിന്റെ കാര്യത്തിൽ ഒരു ചരിത്ര മുന്നേറ്റം നേടി മുന്നോട്ട് പോകുന്ന വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാഴ്ചയ്ക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. സമീപ ഭൂതകാലത്തെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ പട്ടയങ്ങൾ വിതരണം ചെയ്ത മറ്റൊരു ഗവൺമെന്റും ഉണ്ടാകില്ല എന്ന വിധത്തിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള പട്ടയ വിതരണ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണ്. കേരളത്തിൽ ഈ ഗവൺമെന്റ് അധികാരം ഏറ്റുവരുന്ന ഘട്ടത്തിൽ 2016 മുതൽ 21 വരെയുള്ള ഗവൺമെന്റ് 1,77,000 പട്ടയങ്ങൾ വിതരണം ചെയ്തതിന്റെ വളരെ ആവേശകരമായിട്ടുള്ള ഒരു ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് രണ്ടാം ഗവൺമെന്റ് അതിന്റെ ഭൂവിതരണ നടപടികൾ ആരംഭിക്കുന്നത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ കേരളത്തിലെ പട്ടയ മിഷൻ എന്നൊരാശയത്തിന് ഈ ഗവൺമെന്റ് രൂപം നൽകുകയുണ്ടായി. അതായത് കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉൾപ്പെടെ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെയും MLA-മാർ അവരവരുടെ മണ്ഡലങ്ങളിൽ പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള ജനപ്രതിനിധികൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന വിധത്തിൽ അവരധ്യക്ഷന്മാരായി ഒരു പട്ടയ അസംബ്ലി നടത്തുക. പട്ടയ അസംബ്ലിയുടെ 2 എഡിഷനുകളാണ് കേരളത്തിൽ നടന്നത്. ആ യോഗത്തിന്റെ അധ്യക്ഷൻ സ്ഥലം MLA ആയിരിക്കും. അത് മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതാവായാലും. അവിടെ ആ മണ്ഡലത്തിലെ ജനപ്രതിനിധികളായ ആളുകൾക്ക് അവരുമായി ബന്ധപ്പെട്ട പട്ടയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. ആ പട്ടയ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാൽ ഓരോ നിയോജക മണ്ഡലത്തിനും തഹസിൽദാരിൽ കുറയാത്തൊരു നോഡൽ ഓഫീസർ ഉണ്ടാകും. ആ നോഡൽ ഓഫീസറുടെ നേതൃത്വത്തിൽ ആ പട്ടയ പ്രശ്നങ്ങൾ പരിശോധിച്ച് താലൂക്കിലോ ജില്ലയിലോ ചെയ്യാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അവിടെ പരിഹരിച്ച്, അതല്ലാത്ത പ്രശ്നങ്ങൾ പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി പട്ടയ ഡാഷ്ബോർഡ് 3 മാസത്തിലൊരിക്കൽ മന്ത്രി മുതൽ ജില്ലാ കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ഓൺലൈനായി അദാലത്ത് മോഡലിൽ വിധേയമാക്കി പരമാവധി പട്ടയം കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് പോയപ്പോൾ ഈ ചെറിയ കാലത്തിനകത്ത് ഏതാണ്ട് 2.5 ലക്ഷത്തോളം പട്ടയങ്ങൾ കേരളത്തിൽ കൊടുക്കാനായി. ഏതാണ്ട് 4.5 ലക്ഷത്തോളം പട്ടയങ്ങളിലേക്ക് ഇപ്പൊ പട്ടയ വിതരണം കഴിഞ്ഞു, പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഒരു പട്ടയമേള കൂടി വരുന്നുണ്ട്, അതിന്റെ അനുബന്ധ പരിപാടികളും വരുന്നുണ്ട്. ആ ഘട്ടത്തിൽ 2-3 തരം പട്ടയ വിഷയങ്ങളുണ്ട്. ഒന്ന്, സർക്കാർ തരിശും വില്ലേജ് തരിശും ഒക്കെ ആയിട്ടുള്ള പട്ടയങ്ങൾ സാധാരണ നിലയ്ക്ക് റവന്യൂ വകുപ്പിന് തന്നെ കൊടുക്കാൻ പറ്റുന്നതാണ്. എന്നാൽ വിവിധ വകുപ്പുകളുടെ ഭൂമി കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ആക്ട് മുഖാന്തരമോ നോട്ടിഫിക്കേഷൻ മുഖാന്തരമോ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ കയ്യിലായിട്ടുള്ള ഭൂമി ആ വകുപ്പിന്റെ കൂടി അനുവാദത്തോടെ റവന്യൂ വകുപ്പിലേക്ക് ഡീവെസ്റ്റ് ചെയ്താൽ മാത്രമേ ആ ഭൂമി റവന്യൂ വകുപ്പിന് പട്ടയമായി കൊടുക്കാൻ പറ്റൂ. അതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഇറിഗേഷൻ വകുപ്പ്, ഇലക്ട്രിസിറ്റി വകുപ്പ്, അങ്ങനെ വിവിധ വകുപ്പുകളുമായി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ പട്ടയങ്ങളിൽ കൂടി അവർക്ക് NOC തരാനാകുന്ന വിധത്തിലുള്ള പട്ടയങ്ങളും വിതരണം ചെയ്യാൻ കഴിയും.